തൃക്കാക്കരയിലെ ഓണാഘോഷവും ഓണസദ്യയും അതിൻ്റെ ആ കാഴ്ചകളുമൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് നേരെ ഡൽഹിയിലേക്ക് പോകാം. നിങ്ങൾ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാകും, ഇന്നലെ ഡൽഹി മാർക്കറ്റിലെ മലയാളികൾ ഓണത്തിനുള്ള സാധനങ്ങൾ, ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയപ്പോൾ ഉരുളി അന്വേഷിച്ചു വന്ന എ റഹീമിനെയും അമൃത റഹീമിനെയും ഓർക്കുന്നുണ്ടാകും. എന്തായാലും ഡൽഹിയിൽ ഓണം അങ്ങ് പൊട്ടിപ്പൊടിച്ച് ആഘോഷിക്കുകയാണ് എ റഹീം എം പിയും കുടുംബവും. സദ്യയും പായസവും എല്ലാമായൊരു ഓണമാണ്. അനൂപ് ദാസ് അവരുടെ കൂടെയുണ്ട്, കാണാം. ഡൽഹിയിൽ ഒരു രസമുള്ള പൂക്കളുണ്ട്. ഇത് നമ്മുടെ എം പി എ റഹീമിൻ്റെ ഡൽഹിയിലെ വീടാണ്. നമുക്ക് വീട്ടിലേക്ക് കയറാം. റഹീംക്ക, നമസ്കാരം. നമസ്കാരം, ഓണാശംസകൾ. ഹലോ, ഹാപ്പി ഓണം, ഓണാശംസകൾ. ആരൊക്കെയാ റഹീംക്ക അവിടെ ഉള്ളത്? വൈഫ്, മോൻ ഇളയവൻ ഗുൽനാർ, അച്ഛൻ, വൈഫിന്റെ അച്ഛൻ, പിന്നെ ഹാപ്പി ഓണം. എന്തൊക്കെയായി ഓണത്തിന്റെ പരിപാടി? ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഗംഭീരമായി പോകുന്നുണ്ട്. നാട് പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാക്കി. പൂക്കൾ മൊത്തത്തിലൊരു പൂക്കളാക്കി, മുറ്റത്ത് പൂക്കളാക്കി. പിന്നെ ഇവിടെ നിന്നുള്ള ഡൽഹിയിൽ ഇറങ്ങി വാങ്ങിച്ചു പോവാണ്. പൂക്കളൊക്കെ വാങ്ങി ഇല, വാഴയില കൊണ്ടുവന്നു. ഓണത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സകലതും കൊണ്ടുവന്നു. ഇല ഉൾപ്പെടെ കൊണ്ടുവന്നു. ഇവിടെ പാൽപ്പായസം ഉണ്ട്, അടപ്രഥമനുണ്ട്, പിന്നെ വെർമിസലി കൂടി ഉണ്ട്. കാരണം ഇവിടെ ഈ പാൽപ്പായസം 3 ടൈപ്പ് പായസത്തിന്റെ ഡിമാൻഡുകാരുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ മിസ് എന്താണ്? 1 കൂട്ടുകാരുടെ കളി, 2 ബോളി. ഞങ്ങൾക്ക് ഇത്തവണ മിസ്സായി പോയേട്ടാ ബോളിയും പായസവും. ബോളി കൊണ്ടുവരാമെന്നേറ്റ് ഞങ്ങള് വഞ്ചിച്ചു. റഹീംക്ക നാട്ടിൽ നിന്ന് ഇവിടത്തേക്ക് വരുമ്പോ സകലമാന സാധനം കൊണ്ടാണ് വരുന്നതാണല്ലോ കേട്ടത്. സകല സാധനം കൊണ്ടുവരും. അത് ഞങ്ങൾ സകല സാധനങ്ങളും കൊണ്ടുവരും. അത് ഇവിടെ വന്നതിന് ശേഷം, ഇവിടുത്തെ മാർക്കറ്റിൽ ഞങ്ങൾ കുടുംബമായതിനു ശേഷം ഇവിടെ വാങ്ങാനൊക്കെ പോയപ്പോൾ ഒന്ന് നാട്ടിലെ അത്രയും നല്ല സാധനം നമുക്കിവിടെ കിട്ടത്തില്ല. അപ്പം നമ്മളവിടെ മുളകായാലും എന്തായാലും പൊടിച്ച് എല്ലാം വരുമ്പോൾ കൊണ്ടുവരികയാണ് പതിവ്. ഓണത്തിനായപ്പോൾ പ്രത്യേകിച്ചും വാഴയിലായാലും എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഡൽഹി സിറ്റിയിൽ ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ലാഭകരമാണ് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ തിരുവനന്തപുരവും കേരളവും. യാതൊരു സംശയമില്ല. അത് ഡൽഹിയിൽ സ്ഥിരമായി താമസിക്കുന്ന നമുക്ക് എല്ലാവർക്കും സത്യത്തിൽ ഞെട്ടിപ്പോയി. അയ്യന്നെ മാർക്കറ്റിൽ പോയ ഒരു ഇലേന്റെ വില വെച്ചപ്പോൾ 30 രൂപ. ഒരു 1000 ഇല ഇറക്കിയിട്ട് വിറ്റാലേ എന്നല്ല മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കുമൊട്ടില്ലതാനും. ഓക്കെ, താങ്ക് യു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. മാതൃഭൂമിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ എന്തായാലും സന്തോഷം. ഇവരെ പോലെ ഡൽഹിയിലെ ഒരുപാട് പേരും വലിയ തുകയ്ക്ക് 30 രൂപയ്ക്ക് ഇലയും 80 രൂപയ്ക്ക് തേങ്ങയൊക്കെ വാങ്ങിയിട്ട് ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നമ്മുടെ എല്ലാം ഒരുമിച്ച് ഓണാശംസകൾ. വൈശാഖ് ജയപാലിനൊപ്പം ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.